നമസ്കാരം, SES ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനകളെ കാടുകയറ്റി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് സൗരോർജ്ജ തൂക്കുവേലി മാതൃകയാകുന്നു. വേറിട്ട ആശയവുമായി മട്ടന്നൂർ നഗരസഭ പ്ലാസ്റ്റിക്കിനെ തുരത്താനൊരുങ്ങി ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ. കൂൺ കൃഷി വിജയം കൊയ്തു. പ്രഥമ മില്യണർ പുരസ്കാരം രാഹുൽ ഗോവിന്ദിന്. വെൽഡിംഗ് മേഖലയിലും വനിതാ സാന്നിധ്യം. കരുത്തു തെളിയിച്ച് കാസർഗോഡ് സ്വദേശി ശോഭ. വാർത്തകൾ വിശദമായി. നാളുകളായി അനുഭവിക്കുന്ന ദുരിതം ഇനിയില്ല. കാട്ടാനശല്യം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആദ്യ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ച് മാതൃകയാവുകയാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയൊരു തൂക്കുവേലി നിർമ്മിക്കുന്നത്. പയ്യാവൂർ പഞ്ചായത്തിലെ ചന്ദനക്കാമ്പാറ കർണാടക അതിർത്തിയിലാണ് ഈ സൗരോർജ്ജ തൂക്കുവേലി. ശാന്തിനഗറിലെ ആനപ്പാറ മുതൽ വഞ്ചിയം വരെയുള്ള 16 കിലോമീറ്റർ ഭാഗത്താണ് 80 ലക്ഷം രൂപ ചെലവിൽ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിച്ചിരിക്കുന്നത്. 2023 ഏപ്രിലിൽ തൂക്കുവേലി നിർമ്മാണം പൂർത്തിയായി. 15 അടി ഉയരമുള്ള ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് 50 മീറ്റർ ഇടവിട്ടാണ് വേലി നിർമ്മിച്ചത്. മൈസൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നേച്ചർ ഫെൻസിംഗ് കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആനകൾ കടന്നു വരുന്ന വഴിയിൽ ഹാങ് ചെയ്യുന്ന വേലി ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ശക്തമായ സോളാർ ബാറ്ററിയുടെ കറണ്ട് ശക്തമായി പ്രവഹിക്കുന്നത് കൊണ്ട് ആനകൾക്ക് കടന്നു വരാൻ വലിയ പ്രയാസമുണ്ടാവും. 2 വർഷം മുമ്പത്തെ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് 90% കാട്ടാനയുടെ ശല്യമില്ലാത്ത ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. റാപ്പിഡ് ഫോഴ്സിനെ തയ്യാറാക്കി അവർ വന്ന് വേലിക്കകത്ത് അകപ്പെട്ടു പോയ ആനകളെ 2 or 3 ഘട്ടങ്ങളിലായി വനങ്ങളിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. കാട്ടാനശല്യം പെരുകുന്ന സാഹചര്യത്തിൽ വൈദ്യുത വേലി ഒരുക്കിയതിലൂടെ ആനശല്യം പൂർണ്ണമായും കുറഞ്ഞെന്ന് കർഷകർ. നശിപ്പിച്ച് തെങ്ങ് കയിങ്ങ് ഇവൻ കാട്ടാന നശിപ്പിച്ച് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആ തൂക്കുവേലി വെച്ചപ്പോൾ വളരെ അത് ആശ്വാസമുണ്ട്. കാഞ്ഞിരക്കൊല്ലി, വഞ്ചിയം, ആടാമ്പാറ, അരീക്കാമല, ശാന്തിനഗർ, ചന്ദനക്കാമ്പാറ, ചിറ്റാരി തുടങ്ങിയ മേഖലയിലുള്ളവരാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിട്ടിരുന്നത്. ആനയെ തുരത്താൻ കർഷകർ രാപ്പകൽ ഉറക്കമൊഴിഞ്ഞ് ജീവൻ പണയപ്പെടുത്തി കാവലിരുന്നിട്ടും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ തൂക്കുവേലി ഒരുക്കിയതിലൂടെ ജനങ്ങൾക്ക് ഇനി ഭയമില്ലാതെ ഉറങ്ങാം. പയ്യാവൂർ പഞ്ചായത്ത് ഒരു മാതൃകയാണ്. തൂക്കുവേലി നിർമ്മാണം പൂർത്തിയായതോടെ തങ്ങളുടെ ദുരിതത്തിന് പരിഹാരമായെന്ന ആശ്വാസത്തിലാണ് മലയോര കർഷകർ. ചന്ദനക്കാമ്പാറയിലെ കർണാടക അതിർത്തിയിൽ നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ലിജിത, SES ന്യൂസ്. പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ മട്ടന്നൂരിൽ തുണിസഞ്ചിയുടെ ATM സ്ഥാപിച്ചു. പ്ലാസ്റ്റിക് സഞ്ചികളുടെ അമിത ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് മട്ടന്നൂർ നഗരത്തിൽ ATM മാതൃകയിൽ ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. മട്ടന്നൂർ നഗരത്തിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ ഇനി തുണിസഞ്ചി കയ്യിൽ കരുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ അടുത്ത് എത്തിയാൽ മതി. 20 രൂപയാണ് ഒരു സഞ്ചിയുടെ വില. 20 രൂപയുടെ ഒറ്റ നോട്ടോ 1 കോയിനോ, 10 രൂപയുടെ 2 നോട്ടോ 2 കോയിനോ, 5 രൂപയുടെ 4 കോയിനോ പണം നിക്ഷേപിക്കേണ്ട ഭാഗത്ത് ഇട്ടാൽ തൊട്ടപ്പുറത്തുകൂടെ തുണിസഞ്ചി പുറത്തേക്ക് വരും. നഗരത്തിൽ എത്തിച്ചേരുന്ന ആളുകൾ പലപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാകുമ്പോൾ അത് കയ്യിലെടുത്തു കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. എത്രയൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് തുണിസഞ്ചി എടുത്തു വരുന്ന ശീലം മലയാളിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നഗരത്തിൽ തന്നെ ഒരു ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചാൽ ആളുകൾക്ക് ആവശ്യമാണെങ്കിൽ അവിടെ നിന്ന് സഞ്ചി എടുത്ത് അവരുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. 20 രൂപയുടെ സഞ്ചിയാണ് അതിന് ലഭിക്കുക. ഏതാണ്ട് 28 രൂപയോളം അതിന് ചെലവ് വരും. പക്ഷെ നമ്മൾ ഈ മാലിന്യത്തിന്റെ അളവ് കുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് പരമാവധി കുറഞ്ഞ പൈസക്ക് സഞ്ചി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആലോചിച്ചത്. നഗരം പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന്റെ ഭാഗമായി മട്ടന്നൂർ ടൗണിൽ സ്ഥാപിച്ച തുണിസഞ്ചി വെൻഡിംഗ് മെഷീൻ ഏറെ ഉപകാരപ്രദമെന്ന് ജനങ്ങൾ. അപ്പോൾ ആദ്യമൊക്കെ കടകളിലെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായിട്ട് സഞ്ചി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ സഞ്ചി കിട്ടാത്തതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഈ വെൻഡിംഗ് മെഷീൻ വന്നതുകൊണ്ട് ATM പോലെ നമുക്ക് പൈസ ഇട്ടിട്ട് സഞ്ചി എടുക്കും. സംസ്ഥാനത്ത് ആദ്യമായി മട്ടന്നൂരിലാണ് ATM മെഷീൻ മാതൃകയിൽ തുണിസഞ്ചി ലഭിക്കുന്ന ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. 4 ലക്ഷത്തോളം രൂപയാണ് മെഷീൻ സ്ഥാപിക്കാൻ ചിലവായത്. സഞ്ചികൾ തീർന്നാൽ വീണ്ടും നിറയ്ക്കും. മട്ടന്നൂർ നഗരസഭയുടെ മുദ്ര ഉള്ള സഞ്ചികളാണ് മെഷീനിൽ നിന്നും ലഭിക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും ഏറി വരുന്ന സാഹചര്യത്തിൽ മട്ടന്നൂരിന്റെ ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ
സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയാണ്. ക്യാമറമാൻ അജ്മലിനോടൊപ്പം സുഫൈജ, SES ന്യൂസ്. ദേശീയ പുരസ്കാര നിറവിൽ കണ്ണൂർ ഇരിട്ടിയിലെ യുവ കർഷകൻ. കാർഷിക മേഖലയിൽ മികവ് പുലർത്തി സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയതിലൂടെ പ്രഥമ മില്ലനർ ഫാർമർ ഓഫ് ഇന്ത്യ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗോവിന്ദ്. കൂൺ കൃഷിയിൽ ആധുനിക രീതികൾ അവലംബിച്ച് നേട്ടങ്ങളുണ്ടാക്കിയ ഇരട്ടി മീത്തിലെ പുന്നാട് സ്വദേശി രാഹുൽ ഗോവിന്ദിനെ തേടി ദേശീയ പുരസ്കാരം. കൃഷി ജാഗരൺ മഹീന്ദ്ര ട്രാക്ടേഴ്സ് ഇന്ത്യയുടെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ പ്രഥമ മില്ലനർ ഫാർമർ ഓഫ് ഇന്ത്യ പുരസ്കാരമാണ് രാഹുൽ ഗോവിന്ദിന് ലഭിച്ചത്. മറൈൻ എഞ്ചിനീയർ കൂടിയായ രാഹുൽ ഗോവിന്ദ് 6 വർഷക്കാലം മെർച്ചന്റ് നേവിയിൽ ജോലി ചെയ്ത ശേഷമാണ് കൂൺ കൃഷിയിലേക്ക് തിരിയുന്നത്. മീത്തിലെ പുന്നാടുള്ള കൃഷിയിടത്തിലാണ് രാഹുലിൻ്റെ കൂൺ കൃഷി യൂണിറ്റ്. അമ്മയ്ക്ക് വേണ്ടി പരമ്പരാഗത രീതിയിൽ ചെറിയൊരു ഷെഡിൽ ആരംഭിച്ച കൂൺ കൃഷിയാണ് ഇന്ന് നൂതന ശാസ്ത്രീയ രീതികൾ ഏർപ്പെടുത്തി മികച്ച ഹൈടെക് ഫാമാക്കി മാറ്റിയത്. കൃഷി ജാഗരൺ ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ആദ്യ പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഈ പുരസ്കാരം കാർഷിക രംഗത്ത് സുസ്ഥിര വരുമാനമുണ്ടാക്കി മുന്നേറുന്ന താൻ ഉൾപ്പെടെയുള്ള യുവസമൂഹത്തിന് കരുത്ത് പകരുന്നതാണെന്നും രാഹുൽ പറഞ്ഞു. ശരിക്കും നാഷണൽ അവാർഡിന് നോമിനേറ്റ് ചെയ്തതും ഇത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പോലും അറിയുന്നത് നാഷണൽ അവാർഡാണ് കിട്ടുന്നതെന്നും പെട്ടെന്ന് ഡൽഹിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനൊരു അവാർഡിനെ കുറിച്ച് അറിയുന്നത്. അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഈ അവാർഡിന്റെ പേര് തന്നെ മില്യണർ ഫാർമർ ഓഫ് ഇന്ത്യ. അതായത് മില്യണേഴ്സ് 10 ലക്ഷത്തിൽ കൂടുതൽ ഒരു സുസ്ഥിര വരുമാനം നേടുന്ന കർഷകരുടെ ഒരു വലിയ നിരയാണ് നമ്മളെ കാണിച്ചത്. ഓൾ ഇന്ത്യ ലെവലിലാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് വൈസ് ഉണ്ടായിരുന്നു, നാഷണൽ വൈസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കാണുന്നവരെല്ലാം ഈ രീതിയിൽ കൃഷിയിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്ന യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പലരും പറയുന്നത്. പല ഗവൺമെന്റ് തലത്തിലും ഒക്കെ സംസാരിക്കുന്നത് കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃഷിയിലേക്ക് ആകർഷിക്കണമെങ്കിൽ കൃഷിയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുള്ളത് ജനങ്ങളിൽ എത്തിയാലും മാത്രമേ നമുക്കത് യുവാക്കളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുള്ള പരിശീലനവും ഒപ്പം സ്ഥിരോത്സാഹവും കൂടിച്ചേർന്നതോടെ കൂൺ കൃഷിയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ രാഹുലിനായി. 80% ഊഷ്മാവ് നിലനിർത്തുന്ന 600 സ്ക്വയർ ഫീറ്റ് ഫാമിലാണ് രാഹുലിന്റെ കൃഷി. മുൻപ് വൈക്കോൽ മാധ്യമമാക്കി വളർത്തിയിരുന്ന കൂണുകൾ ഇന്ന് വളർത്താൻ ഉപയോഗിക്കുന്നത് മഷ് പല്ലറ്റ് എന്ന മാധ്യമമാണ്. പല്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്തും അത് കയ്യിൽ കിട്ടിയ സമയത്തും ഇത് ആൾക്കാരെ ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് ഏകദേശം 35 വർഷത്തെ ഒരു പാരമ്പര്യം കൂൺകൃഷി രീതിയാണ് മാറ്റിയിട്ട് അങ്ങനെയല്ല ഇനി മുതൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആൾക്കാർ എടുക്കുവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഏകദേശം ഒരു 85% ആൾക്കാരും മുൻകർഷകരും ഇപ്പം പെല്ലറ്റിലേക്ക് മാറി, മഷ് പെല്ലറ്റിലേക്ക് മാറി. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ കൂൺ കൃഷിയാണ് നൂതന രീതികൾ കൈവരിച്ചതിലൂടെ മൺസൂൺ മഷ്റൂം എന്ന ബ്രാൻഡിൽ കേരളത്തിലെങ്ങും പ്രശസ്തമാകുന്നത്. ഇതിലൂടെ നിരവധി കൂൺ കർഷകരെ വളർത്തിയെടുക്കാൻ ഈ 33 വയസ്സുകാരനായി. യുവ കർഷകനായ രാഹുൽ ഗോവിന്ദ് കാർഷിക കേരളത്തിന് ഒരു മുതൽക്കൂട്ടാണ്. മിക്ക കർഷകരും കടക്കെണിയിൽപ്പെട്ട് വലയുമ്പോൾ നൂതന കൂൺ കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് ഈ മില്ലനിയർ ഫാർമർ. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം അഞ്ജലി, SES ന്യൂസ്. പുരുഷന്മാരുടെ സർവാധിപത്യമുള്ള മേഖലയാണ് വെൽഡിംഗ്. ഏറെ ശ്രദ്ധയും അപകടം പിടിച്ചതുമായ ജോലികളിലൊന്ന്. നീലേശ്വരം പള്ളിക്കരയിലെ ശോഭയുടെ വൈദഗ്ധ്യം കണ്ടാൽ പുരുഷന്മാർക്ക് മാത്രമേ വെൽഡിംഗ് വഴങ്ങൂ എന്ന ധാരണ തിരുത്തേണ്ടി വരും. ഏതു മേഖലയിലും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് സ്ത്രീകൾ. തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന ചൊല്ലുകൂടിയുണ്ട്. ഈ വരികളെ അക്ഷരാർത്ഥത്തിൽ ഊട്ടിയുറപ്പിക്കുകയാണ് കാസർഗോഡ് നീലേശ്വരം സ്വദേശിനി PN ശോഭ. തന്റെ കൈക്കരുത്തുകൊണ്ട് വെൽഡിംഗ് മേഖല കീഴടക്കുകയാണ് ഈ 47-കാരി. ആദ്യം ഈ പണിക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈമുറിയും അതുപോലെ കണ്ണുവേദന ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല ഒരു വാശിയിൽ തന്നെ ഞാൻ മുന്നിട്ടിറങ്ങി. മനസ്സുവെച്ചാൽ പുരുഷന്മാർ ചെയ്യുന്ന പല കഠിന ജോലികളും സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് ഈ വീട്ടമ്മ. ഷീറ്റ് റൂഫിംഗ്, ഗേറ്റ്, പക്ഷിക്കൂടുകൾ, ജനലുകൾ, ഗ്രിൽസ് തുടങ്ങിയവയെല്ലാം ശോഭ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഉയരമുള്ള കെട്ടിടങ്ങളിലെ ഷീറ്റ് സ്ക്രൂയിങ് അടക്കം നന്നായി വഴങ്ങും. ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം എല്ലാ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എല്ലാവരും എന്നോട് പറയുന്നത്. ആ ഒരു വാശിയിൽ ഇപ്പോൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു.
കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായാണ് ഇവർ ജോലിക്ക് പോകുന്നത്. കഴിഞ്ഞ 14 വർഷമായി ശോഭയുടെ ജീവിതോപാധിയാണിത്. കെട്ടിടത്തിന് മുകളിലും സാങ്കേതിക സൂക്ഷ്മത ആവശ്യമുള്ളിടത്തും ശോഭയ്ക്ക് ആശങ്കയില്ല. പഠിച്ചെടുത്തതെല്ലാം അനായാസമാക്കിയിട്ടേയുള്ളൂ. സ്ത്രീകളധികം കടന്നു ചെല്ലാത്ത വെൽഡിംഗ് ജോലി തന്റെ ജീവിതം വെൽഡ് ചെയ്തുറപ്പിക്കുകയാണ് ഈ 47കാരി. സ്വന്തമായൊരു തൊഴിലിനു വേണ്ടി അലയുന്ന സ്ത്രീകൾക്ക് മുന്നിൽ ശോഭയുടെ ജീവിതം മാതൃകയാണ്. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം ആശ്രയ, SCS ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനകളെ കാടുകയറ്റി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് സൗരോർജ്ജ തൂക്കുവേലി മാതൃകയാകുന്നു. വേറിട്ട ആശയവുമായി മട്ടന്നൂർ നഗരസഭ പ്ലാസ്റ്റിക്കിനെ തുരത്താനൊരുങ്ങി ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ. കൂൺ കൃഷി വിജയം കൊയ്തു. പ്രഥമ മില്യണർ പുരസ്കാരം രാഹുൽ ഗോവിന്ദിന്. വെൽഡിംഗ് മേഖലയിലും വനിതാ സാന്നിധ്യം. കരുത്തു തെളിയിച്ച് കാസർഗോഡ് സ്വദേശി ശോഭ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.